നല്ല വെയിലുള്ള സമയത്ത് ഈ ചൂട് സമയത്ത് തീപിടുത്തം പലയിടത്തും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ഒരു തീപിടുത്തത്തിന്റെ വാർത്ത വരുന്നുണ്ട്. കണ്ണാട്ട് ഫിൻഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റ് കേൾക്കാം. ഇലക്ട്രിക്കൽ റൂമാണല്ലോ, അപ്പം ഷോർട്ട് സർക്യൂട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ ബാറ്ററി യൂണിറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് എനിക്ക് തോന്നുന്നു ലാപ്പ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അജ്മൽ ദിറാർ ആ വാർത്തയുടെ വിവരങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അജ്മൽ, തീ പൂർണ്ണമായി അണക്കാൻ കഴിഞ്ഞോ? തീപിടുത്തത്തിൽ വലിയ നാശം ഉണ്ടായോ? ഈ പറയുന്ന ഷോർട്ട് സർക്യൂട്ടാണോ പ്രാഥമിക നിഗമനം? അജ്മൽ. ഹാഷ്മി, തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഇന്ന് രാവിലെ 5:30 മണിക്കാണ് ഈ അക്ഷയ ടവർ എന്ന് പറയുന്ന ഈ 3 നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. ഇവിടെ പ്രവർത്തിക്കുന്ന കണ്ണാട്ട് ഫിൻകോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 2ാമത്തെ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. തീ ഉയരുന്നത് കണ്ട ജീവനക്കാരാണ് ഫയർഫോഴ്സിനെ അറിയിച്ചതും ചെങ്കൽച്ചൂളയിൽ നിന്നുള്ള 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. നിലവിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് എന്താ ഈ സംഭവം ഉണ്ടായത്? ഏകദേശം ഒരു 5:15 മണിക്കാണ് ചെങ്കൽച്ചൂള ഫയർ സ്റ്റേഷനിൽ ശാസ്തമംഗലം ജംഗ്ഷനിൽ ഒരു ബാങ്കിങ് സ്ഥാപനത്തിൽ തീയുണ്ട്, പുകയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നത്. ഉടൻ തന്നെ ഞങ്ങൾ അവിടുന്ന് 2 യൂണിറ്റ് ഇങ്ങോട്ടെത്തി. ഇവിടെ എത്തിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ തീ ഒരിടവും കാണാനില്ലായിരുന്നു. മൊത്തം സ്മോക്കായിരുന്നു, പുക നിറഞ്ഞിരിക്കുകയായിരുന്നു. അകത്തോട്ട് കയറാനാണെങ്കിൽ ഇവിടെ തുറക്കാനുള്ള സംവിധാനമൊന്നുമില്ലായിരുന്നു. ബാങ്കിൻ്റെ ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉള്ളതുകൊണ്ട് 2-3 പൂട്ടുകൾ പൊളിച്ച് അകത്ത് കയറേണ്ടി വന്നായിരുന്നു. അപ്പോൾ അത് കയറിയപ്പോഴും അകത്ത് കയറാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃത്രിമ ശ്വാസ ഉപാധി വെച്ച് അകത്ത് കയറിയായിരുന്നു. കയറിയപ്പോഴും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. വിഷ്വലൊന്നും ക്ലിയർ അല്ലായിരുന്നു. അപ്പം പിന്നെ എക്സോസ്റ്റ് ബ്ലോവർ കൊണ്ടൊന്ന് പുക ഒരു പകുതി ശമിപ്പിച്ചതിന് ശേഷമാണ് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അകത്ത് പ്രവേശിച്ചപ്പോഴും എവിടെയാണ് തീയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറച്ച് നേരം സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് വെന്റിലേഷനൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴാണ് പുക. ഞങ്ങൾ പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ചുറ്റും പരിശോധിച്ചോളൂ. ബിൽഡിങ്ങിന്റെ പുറകു സൈഡിൽ ബാക്ക് സൈഡിലായിട്ടാണ് ഇൻവെർട്ടറൊക്കെ വെച്ചിരുന്ന റൂമിൽ ഇൻവെർട്ടർ വെച്ചിരുന്ന റൂമിന്റെ സൈഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻവെർട്ടർ ആണെന്ന് അറിയില്ലായിരുന്നു. അവിടെ നിന്ന് തീ വന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒരു യൂണിറ്റ് അവിടുത്തെ തീ അണച്ചായിരുന്നു, വെള്ളം അടിച്ച് തീ അണച്ചായിരുന്നു. പിന്നെ അതിനുശേഷം അകത്ത് കയറിയപ്പോഴാണ് ഈ വെന്റിലേഷൻ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഈ ഇൻവെർട്ടർ റൂമിൽ നിന്നാണ് ഫയർ ഉണ്ടായെന്ന് അറിഞ്ഞത്. ഇപ്പോൾ ഇതിലകത്ത് രാവിലെ ജീവനക്കാരൊന്നും ഇല്ലായിരുന്നോണ്ട് ആളപായങ്ങളൊന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ഫയർഫോഴ്സിന്റെ കുറേ ജീവനക്കാർക്ക് ചെറിയ ശ്വസനത്തിന്റെ പ്രശ്നമായി ശാരീരിക അസ്വസ്ഥ ഉണ്ടായതൊഴിച്ച് വേറെ ആളപായമില്ല. ഇപ്പോൾ ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇൻവെർട്ടറൊക്കെ സൂക്ഷിക്കുന്ന റൂമിൽ നിന്ന് ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് മൂലമുണ്ടായ തീപിടുത്തമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ശാസ്തമംഗലം എന്ന് പറയുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായാൽ പോലും അത് വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. സമീപത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങളുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യമില്ല. തീ പൂർണ്ണമായിട്ടും ഫയർഫോഴ്സ് യൂണിറ്റ് അടച്ചിട്ടുണ്ട്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.